നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. നിർദ്ദിഷ്ട പുതുക്കാട് KSRTC ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ DPR പ്രകാശനം പുതുക്കാട് നടത്തി. KK രാമചന്ദ്രൻ MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രവാസി കോൺഗ്രസിന്റെ തൃശൂർ ജില്ലയുടെ അമരക്കാരനായി ചുമതലയേറ്റ ബിജു അമ്പഴക്കാടിന് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അനുമോദനം നൽകി. ചടങ്ങ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ റോസ് ഗാർ ദിനാഘോഷം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ പഞ്ചായത്തിലെ കൊല്ലക്കുന്ന് SC കോളനി റോഡും വെള്ളാനിക്കോട് എളമന റോഡും നാടിന് സമർപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കാവല്ലൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിലെ പഠനോത്സവവും UKG കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറിമണിയും സംഘടിപ്പിച്ചു. ചലച്ചിത്ര നടൻ സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ 36 മാസങ്ങൾ പൂർത്തീകരിച്ച ഘട്ടത്തിൽ നടപ്പാക്കിയ 36 പദ്ധതികളും പൂർത്തീകരിച്ചു. KK രാമചന്ദ്രൻ MLA പൂർത്തീകരണത്തിന്റെ പ്രഖ്യാപനം നടത്തി. വാർത്തകൾ വിശദമായി. നിർദ്ദിഷ്ട പുതുക്കാട് KSRTC ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ DPR പ്രകാശനം പുതുക്കാട് നടത്തി. KK രാമചന്ദ്രൻ MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. നിലവിലുള്ള KSRTC ബസ് സ്റ്റാൻഡിന്റെ എതിർവശത്ത് പെട്രോൾ പമ്പിന് സമീപത്തായി NHAIയുടെ അധീനതയിലുള്ള സ്ഥലത്ത് സർവീസ് റോഡിന് സമീപത്തായി 15 മീറ്റർ നീളത്തിലും 5 മീറ്റർ വീതിയിലും ബസ് ബേ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനും 30 പേർക്ക് ഇരിക്കാവുന്ന ബെഞ്ചുകളും കഫറ്റേരിയ വൈഫൈ സൗകര്യം ഉൾപ്പെടെയാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. സിവിൽ വർക്ക്, ഇലക്ട്രിഫിക്കേഷൻ, GST ഉൾപ്പെടെ ആകെ തുക 20 ലക്ഷം രൂപയാണ്. NHAIയുടെ അധീനതയിലുള്ള ഭൂമിയായതിനാൽ NOC ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് MLA അറിയിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ അനുവദിക്കുമെന്നും MLA അറിയിച്ചു. അപകടങ്ങളും ഗതാഗത തടസ്സങ്ങളും പതിവായതോടെയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഒരുക്കി പരിഹാരം തേടുന്നത്. ചടങ്ങിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആന്റണി വട്ടോലി, അസിസ്റ്റന്റ് എഞ്ചിനീയർ രോഹിത് മേനോൻ, BDO KK നിഖിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇവിടെ പുതുക്കാട് KSRTC സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് മുൻവശത്ത് ഒരു ബസ് ബേ നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നിരന്തരമായി ആ ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്തുണ്ടാകുന്ന അപകടങ്ങൾ, പ്രത്യേകിച്ച് തെക്ക് നിന്ന് വരുന്ന വാഹനങ്ങൾ KSRTC സ്റ്റാൻഡിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കൂട്ടിയിടികൾ ഉണ്ട്. അതുപോലെ അവിടെ നിന്ന് വരുമ്പോഴുള്ള വാഹനങ്ങളും ഇവിടെ നിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം കൂടി ചേർന്ന് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വലിയ അപകടങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അപകടങ്ങൾ പെരുകി വന്ന ഘട്ടത്തിൽ പല കോണുകളിൽ നിന്നും ഇതൊരു ചർച്ചയായി വന്നു, ഇതൊരു വിഷയമായി വന്നു. ഇതിന് പരിഹാരം ഉണ്ടാവേണ്ടതായ പ്രശ്നം എന്ന നിലയിൽ നമ്മുടെ മുമ്പിൽ വന്നു. ആ പുതുക്കാട് ഹൈറോഡ് ചേർന്ന് KSRTCയുടെ എതിർവശത്ത് ഒരു ബസ് ഷെൽട്ടർ വേണമെന്ന ആവശ്യം സമൂഹത്തിനകത്ത് ഉയർന്നു വരികയുണ്ടായി. അതിനിടയായ സാഹചര്യം നിരവധിയായ അപകടങ്ങൾ അവിടെ വന്നുപെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. KSRTCയിലേക്ക് സ്റ്റാൻഡിലേക്ക് വണ്ടി തിരിയുമ്പോൾ പലപ്പോഴും വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന്റെ സാമൂഹിക സമ്പദ് വികസന രംഗത്ത് പ്രവാസികൾ വഹിക്കുന്ന പങ്ക്
വളരെ പ്രധാനപ്പെട്ടതാണെന്ന് സനീഷ് കുമാർ ജോസഫ് MLA പറഞ്ഞു. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായി ചുമതലയേറ്റ നന്ദിപുരം സ്വദേശിയായ ബിജു അമ്പഴക്കാടിനെ അനുമോദിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെട്ട് സേവനം അനുഷ്ഠിക്കുന്ന സമയത്തും നാടിനോടുള്ള കടമയും കർത്തവ്യവും മറക്കാതെ നടത്തുന്ന പ്രവാസികളുടെ പ്രവർത്തനത്തെ വിസ്മരിക്കാനാവുന്നതല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുപ്ലിയം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നന്ദിപുരം സെന്ററിൽ വെച്ച് നടത്തിയ അനുമോദന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് EM ഉമർ, ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, കോൺഗ്രസ് നേതാക്കളായ KL ജോസ്, PT വിനയൻ, P ഗോപാലകൃഷ്ണൻ, ഔസഫ് ചെരടായി, EA ഓമന, PR കൃഷ്ണൻ, INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ, പ്രവാസി കോൺഗ്രസ് നേതാക്കളായ ജയൻ തെക്കുംപുറം, ലൂയിസ് പൊന്തോക്കൻ, ഡെയ്സൺ മഞ്ഞളി, AK പോളി, യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാധിക സുരേഷ്, ജോജോ പിണ്ടിയാൻ, രജനീഷ്, ഷിനോയ് എന്നിവർ പ്രസംഗിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാടിൻ്റെ വികസനത്തിന്, നാടിൻ്റെ ഏറ്റവും സാമ്പത്തികമായ അടിത്തറ നമ്മുടെ പ്രവാസികൾ ലോകമെമ്പാടും പോയി ജോലി ചെയ്ത് നമ്മുടെ നാട്ടിൽ അവർ നടത്തിയ നിക്ഷേപങ്ങളാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത്തരം പ്രവാസികളായിട്ടുള്ള ആളുകളെ അവർക്ക് നേതൃപരമായ പങ്കുകൊടുത്ത് പലപ്പോഴും അസംഘടിതരായിട്ടുള്ള അല്ലെങ്കിൽ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം വരന്തരപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഉമർ സാഹിബ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി വേറെ തിരക്കുകൾ ഉണ്ടായിട്ടും ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട എന്റെ സുഹൃത്തും പ്രിയപ്പെട്ട ചാലക്കുടി MLA തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ റോസ്ഗാർ ദിനാഘോഷം സംഘടിപ്പിച്ചു. പാലക്കപ്പറമ്പിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ രാകേഷ് കുമാർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സലീഷ് ചെമ്പാറ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജിഷ ഡേവിസ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KJ ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രോഗ്രാം ഓഫീസർ KK നിഖിൽ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പ്രായം ചെന്ന തൊഴിലാളികളെയും മേറ്റുമാരെയും ചടങ്ങിൽ ആദരിച്ചു. തൊഴിലുറപ്പ് നിയമപ്രകാരം പദ്ധതിയുടെ ഗുണങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ലക്ഷ്യമിട്ടാണ് റോസ്ഗാർ ദിനാഘോഷം നടത്തിയത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 2 റോഡുകളുടെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വാർഡ് 16 കൊല്ലക്കുന്ന് SC കോളനി റോഡ്, വാർഡ് 11 വെള്ളാനിക്കോട് എളമന റോഡ് എന്നിവയാണ് നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നു നൽകിയത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി ഡെന്നി, പോൾസൺ തെക്കുംപേടിക എന്നിവർ പ്രസംഗിച്ചു. കാവല്ലൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിലെ പഠനോത്സവവും UKG കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറിമണിയും സംഘടിപ്പിച്ചു. ചലച്ചിത്ര നടൻ സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ TA വിൽസൺ, പ്രധാന അധ്യാപിക K രമ, സ്റ്റാഫ് സെക്രട്ടറി ലിജോ ജോസ്, സീനിയർ അധ്യാപിക MB ബിന്ദു, PTA പ്രസിഡന്റ് മുഹമ്മദ് മൻസൂർ എന്നിവർ പ്രസംഗിച്ചു. ഭൂരഹിതർക്ക് സ്വന്തം ഭൂമി വിട്ടു നൽകിയ പഴൂങ്കാരൻ അന്തോണി, ഗവർണറുടെ പ്രത്യേക ആദരവ് വാങ്ങിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും PTA അംഗവുമായ ഹിമ ജിൻസൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കാവല്ലൂർ സ്കൂളിലെ കുരുന്നുകൾക്കൊപ്പം സമയം ചെലവിട്ട് ചലച്ചിത്ര താരം സുരേഷ് ഗോപി. കാവല്ലൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിലെ പഠനോത്സവവും UKG കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറമണിയും ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു അദ്ദേഹം. ഹർഷാരവങ്ങളോടെയാണ് പ്രിയ താരത്തെ കുരുന്നുകൾ സ്വീകരിച്ചത്. പഠനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾ തയ്യാറാക്കിയ പഠനോൽപ്പന്ന പ്രദർശനവും സുരേഷ് ഗോപി സന്ദർശിച്ചു. കൂടാതെ പഠനോത്സവത്തോടനുബന്ധിച്ചുള്ള കുട്ടികളുടെ അവതരണവും അദ്ദേഹം ആസ്വദിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ NDA സ്ഥാനാർത്ഥി കൂടിയായ സുരേഷ് ഗോപി പ്രചരണ തിരക്കുകൾക്കിടയിലാണ് കാവല്ലൂർ സ്കൂളിലെ കുരുന്നുകളെ കാണാനെത്തിയത്. ശാരീരിക അവശതകൾ ബാധിച്ചവർക്ക് വിശ്രമാലയം ഒരുക്കി കാവല്ലൂർ ഭരത പുനർജീവൻ പവിത്രാത്മാ ശാന്തി ആശ്രമം. തണൽ വീട് എന്ന പേരിൽ ഒരുക്കിയ വിശ്രമ കേന്ദ്രം മുൻ MP സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ആശ്രമം ഡയറക്ടർ ബ്രദർ മാത്യൂസ് ചുങ്കത്ത് അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, BJP ആമ്പലൂർ മണ്ഡലം പ്രസിഡന്റ് AT രാജേഷ് ഭരത, സജീവൻ തൃക്കൂർ എന്നിവർ സന്നിഹിതരായിരുന്നു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ 36 മാസങ്ങൾ പൂർത്തീകരിച്ച ഘട്ടത്തിൽ നടപ്പാക്കിയ
36 പദ്ധതികളുടെ പൂർത്തീകരണത്തിന്റെ പ്രഖ്യാപനവും വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനവും കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ബ്ലോക്ക് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കാർത്തിക ജയൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സരിത തിലകൻ, പഞ്ചായത്ത് സെക്രട്ടറി G സബിത എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമപഞ്ചായത്തിൻ്റെ EK നായനാർ സ്മാരക മന്ദിരത്തിൽ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടി സഹായത്തോടെയാണ് ഫിറ്റ്നസ് സെന്റർ ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അങ്കണവാടി ടീച്ചറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 11ാം വാർഡിലെ അങ്കണവാടി അധ്യാപികയായ VV വനജ. പരിമിതികൾക്കുള്ളിൽ നിന്ന് ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിനുള്ള അംഗീകാരമാണ് ഈ പുരസ്കാരം. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 11ാം വാർഡിലെ 116 നമ്പർ അംഗൻവാടിയാണ് അധ്യാപികയുടെ മികവിനുള്ള അംഗീകാരത്തിലൂടെ സംസ്ഥാന തലത്തിൽ ശ്രദ്ധ നേടുന്നത്. കഴിഞ്ഞ 18 വർഷമായി ഇവിടെ അധ്യാപികയായി സേവനം ചെയ്യുകയാണ് VV വനജ. പല വർഷങ്ങളായി വരന്തരപ്പള്ളി പഞ്ചായത്തിലെ മികച്ച അംഗനവാടിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സംസ്ഥാന തലത്തിൽ ഏറ്റവും മികച്ച അധ്യാപികയായി അംഗീകരിക്കപ്പെടുന്നത് ഇതാദ്യമാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അവാർഡ് കിട്ടി എന്നുള്ളതിൽ. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ മാത്രം ഒരു കഴിവുകൊണ്ട് എനിക്ക് അവാർഡ് കിട്ടില്ല. എൻ്റെ നാട്ടുകാർ ഈ മുപ്പിളിയും 11ാം വാർഡുകാരുടെ വിജയമാണ് ഇത്. എന്ന് വെച്ചാൽ അവർ എന്നെ അത്രയ്ക്കും സപ്പോർട്ട് ചെയ്യാണ്. ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല. ഞാൻ ഒരുപാട് രാഷ്ട്രീയക്കാരുടെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. മാർക്സിസ്റ്റ്, കോൺഗ്രസ്, അങ്ങനെ എല്ലാ മെമ്പർമാരുടെയും കൂടെ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഹെൻറി മാഷ് മുതൽ 5 മെമ്പർമാരുടെ കീഴിൽ. അപ്പോൾ 5 പേരും എന്നെ എങ്ങനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്തതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത്രയും സ്നേഹത്തോടെയാണ്. ഈ അംഗനവാടിയിൽ വന്നിട്ട് 3.5 വർഷം കഴിഞ്ഞു. എനിക്കിവിടെ വന്നപ്പോൾ ഈ ടീച്ചർ സ്വന്തം ചേച്ചി പോലെയാണ്. എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ശ്രദ്ധയും എനിക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. എല്ലാ പണിക്കും എന്നെ സഹായിക്കുകയും ചെയ്യും. ആ ടീച്ചറെന്ന് പറഞ്ഞിരിക്കുകയില്ല. അങ്ങനെയാണ് എല്ലാവരോടും ആത്മാർത്ഥതയാണ്. അംഗനവാടിയിലെ വിവിധ രജിസ്റ്ററുകളിൽ കൃത്യമായി വിവരങ്ങൾ സൂക്ഷിക്കൽ, കുട്ടികളുടെ മികവ്, മാതാപിതാക്കളുടെയും നാട്ടുകാരുടെയും പങ്കാളിത്തം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് അവാർഡിന് തിരഞ്ഞെടുക്കുന്നത്. കുട്ടികളെ സ്വന്തം മക്കളെപ്പോലെ കണ്ട് അവരോടൊപ്പം പാടിയും കളിച്ചും ചിരിച്ചും ചിത്രം വരച്ചും പഠിപ്പിക്കുന്ന അധ്യാപികയെ കുട്ടികൾക്ക് ഏറെ പ്രിയമാണെന്ന് മാതാപിതാക്കൾ പറയുന്നു. ഓരോ ദിവസവും അംഗൻവാടിയിലേക്ക് വരുവാൻ വലിയ താല്പര്യത്തോടെയാണ് കുട്ടികൾ ഒരുങ്ങിയിറങ്ങി വീടുകളിൽ നിന്നും പുറപ്പെടുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അംഗനവാടി ഞങ്ങളുടെ നാടിൻ്റെ ഒരു വലിയൊരു അഭിമാനമാണ്. പ്രത്യേകിച്ച് ടീച്ചറും ഹെൽപ്പറും നല്ലൊരു അഭിമാനമായ താരങ്ങളാണെന്ന് തന്നെ പറയാം. എൻ്റെ കൊച്ചിനെ ഞാനിപ്പോൾ അംഗനവാടിയിലേക്ക് വിട്ടിട്ട് ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ദിവസം കാലത്ത് വരുമ്പോൾ തന്നെ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പാരൻസിനായാലും അതൊരു ബുദ്ധിമുട്ടാണ്. പിള്ളേരിവിടെ കരഞ്ഞിട്ട് അവർ ഇങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ. പക്ഷേ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആൾ നന്നായി സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ആൾക്കിപ്പോൾ സന്തോഷമാണ് അംഗനവാടിക്ക് വരാനായിട്ട്. ടീച്ചറിനെ ആയാലും ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചറിൻ്റെ ഒപ്പം കളിക്കും. ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ആൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു. നമ്മുടെ ജില്ലയിലല്ല, നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെ മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡ് കിട്ടിയതിൽ പഞ്ചായത്തിലടക്കം മുൻ മെമ്പർ എന്നുള്ള നിലയ്ക്കും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അമ്മമാരുടെ കമ്മിറ്റി, അഡോൾസെന്റ് ഗേൾസ് ക്ലബ്ബ്, ഗർഭിണികൾ, 3 വയസ്സുവരെയുള്ള കുട്ടികളുടെ അമ്മമാർ, 3 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ അമ്മമാർ എന്നിങ്ങനെയുള്ള വിവിധ കമ്മിറ്റികളും അങ്കണവാടി ലെവൽ മോണിറ്ററിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് കമ്മിറ്റിയും സ്തുത്യർഹമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായിട്ട് എനിക്ക് ടീച്ചറെ അറിയാം. ആ 20 വർഷത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ കുട്ടികളോടൊപ്പം കഥ പറഞ്ഞും പാട്ടുപാടിയും ചിത്രം വരച്ചും കുട്ടികളിൽ ഒരാളായി ഇഴുകിച്ചേർന്ന് പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ടീച്ചറിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതിസന്ധികളെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ തരണം ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കാര്യത്തിലും ടീച്ചറെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല മാതാപിതാക്കൾക്കും ഏറെ പ്രിയപ്പെട്ടയാളാണ് ടീച്ചർ. തങ്ങൾ കടന്നുപോകുന്ന വിവിധ സാഹചര്യങ്ങളിൽ ആശ്വാസമായും ആത്മധൈര്യം പകർന്നും വനജ ടീച്ചർ എന്നും കൂടെയുണ്ടാകാറുണ്ടെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതെല്ലാമാണ് ടീച്ചറെ സംസ്ഥാന തലത്തിലുള്ള അംഗീകാരത്തിലേക്ക് നയിച്ചത്. സ്വന്തം മക്കളെപ്പോലെ അംഗൻവാടിയിലെ ഓരോ കുട്ടികളെയും ചേർത്ത് പിടിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കളെയും ചേർത്തുപിടിച്ച് സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ ആവശ്യമായ കരുതലും പ്രോത്സാഹനവും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ നൽകി ഈ ഒരു സമൂഹത്തെ മുഴുവൻ തന്നോടൊപ്പം ചേർത്ത് പിടിച്ചതുകൊണ്ട് തന്നെയാണ് വനജ ടീച്ചർക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച അംഗൻവാടി അധ്യാപിക എന്ന അംഗീകാരം ലഭിച്ചത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ചാക്കപ്പൻപടിയിലെ അംഗൻവാടിയിൽ നിന്നും ബൈജു ദേവസി, NCTV ന്യൂസ്.
കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ 3 വർഷത്തെ വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ വികസന രേഖ പ്രകാശനം ചെയ്തു. നേർക്കാഴ്ച എന്ന പേരിൽ പുറത്തിറക്കിയ വികസന രേഖ കെ രാമചന്ദ്രൻ MLA പ്രകാശനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സജിത രാജീവൻ, BDO കെ നിഖിൽ എന്നിവർ പ്രസംഗിച്ചു. ചുട്ടുപൊള്ളുന്ന വെയിലിൽ പൊതുജനങ്ങൾക്ക് ദാഹമകറ്റാൻ ജലധാര പദ്ധതിയുമായി വരന്തരപ്പള്ളി സെന്റ് ആന്റണീസ് LP സ്കൂൾ. സ്കൂളിലെ കുട്ടികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് പദ്ധതി ആരംഭിച്ചത്. സ്കൂളിന് പുറത്ത് ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാകുന്ന മൺകൂജ ഒരുക്കിയിട്ടുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ കൂനമ്പ്ളാക്കൽ നിർവഹിച്ചു. വാർഡംഗം ജോൺ തുലാപ്പറമ്പിൽ, പ്രധാനാധ്യാപകൻ KJ സെബി, PTA പ്രസിഡന്റ് AO വിൽസൺ എന്നിവർ പ്രസംഗിച്ചു. പൗരത്വ ഭേദഗതി ബിൽ നടപ്പിലാക്കിയതിനെതിരെ LDF അളഗപ്പനഗർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CPI പുതുക്കാട് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി CU പ്രിയൻ ഉദ്ഘാടനം ചെയ്തു. PV ഗോപിനാഥൻ അധ്യക്ഷനായി. VK അനീഷ്, സുരേഷ് P കുട്ടൻ, PN വിനിഷ്, VK വിനിഷ്, രാജി രാജൻ, PK ആന്റണി, ഉഷാദേവി, സുന്ദർ രാജൻ എന്നിവർ നേതൃത്വം നൽകി. കരുവാപ്പടിയിൽ നിന്ന് മണ്ണമ്പെട്ട വൈദ്യശാല വരെയായിരുന്നു പ്രകടനം നടന്നത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ നെന്മണിക്കര മേഖലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച ഹെൽത്ത് കാർഡ് മെഡിക്കൽ ക്യാമ്പ് നടത്തും. രാവിലെ 10 മണി മുതൽ അളഗപ്പനഗർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുക. പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ പ്രധാന പങ്കാളിയായ തൊട്ടിപ്പാൾ ഭഗവതിയുടെ പകൽപൂരത്തോടനുബന്ധിച്ചുള്ള കാർത്തിക പുറപ്പാട് വെള്ളിയാഴ്ച നടക്കും. വിശേഷാൽ പൂജകളും വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, പഞ്ചഗവ്യം, അത്താഴപൂജ, ശ്രീഭൂതബലി, തായമ്പക എന്നിവയും ഉണ്ടായിരിക്കും. 5 ഗജവീരന്മാരെ അണിനിരത്തി പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടക്കും. പെരുവനം സതീശന്മാരാരുടെ പ്രാമാണികത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറും. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിൽ ജില്ലാ പഞ്ചായത്ത് 10.1 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച സ്നേഹതീരം സ്ട്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ 9:30 സ്നേഹതീരം സ്ട്രീറ്റ് റോഡ് പരിസരത്ത് വെച്ച് നടക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം നിർവഹിക്കും. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ അധ്യാപകരെ താൽക്കാലികമായി നിയമിക്കുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം മാനേജർ കം റെസിഡൻഷ്യൽ ട്യൂട്ടർ തസ്തികയിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ്, ഇംഗ്ലീഷ് വിഷയത്തിലും ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. താമസിച്ച് പഠിപ്പിക്കാൻ താൽപ്പര്യമുള്ളവരെ അപേക്ഷിക്കാവൂ. ബയോഡാറ്റ, വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ഏപ്രിൽ 15 മുൻപായി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ, മിനി സിവിൽ സ്റ്റേഷൻ ബിൽഡിംഗ്, 1-ാം നില, ചാലക്കുടി 680307 എന്ന വിലാസത്തിൽ അപേക്ഷകൾ ലഭ്യമാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 048027206100. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6035 രൂപ, പവന് 48,280 രൂപ. കൊടകര വല്ലപ്പാടി ഏറാട്ട് കിഴക്കിനിയടത്ത് മനയ്ക്കൽ പരേതനായ നാരായണൻ നമ്പൂതിരിയുടെ ഭാര്യയും മണ്ണാറശാല വാസുദേവൻ നമ്പൂതിരിയുടെ മകളുമായ ഉമാദേവി അന്തർജനം അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ബാബുരാജ്, ആര്യാദേവി, പരേതനായ നാരായണൻ എന്നിവർ മക്കളും. ശ്രീകല, രവീന്ദ്രനാഥ്, സജിത എന്നിവർ മരുമക്കളുമാണ്. വെണ്ടൂർ വാഴപ്പിള്ളി ബേബി ഭാര്യ റോസിലി അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബിന്ദു, ബിജു എന്നിവർ മക്കളും. ഷാദ്ര, പരേതനായ വിനു എന്നിവർ മരുമക്കളുമാണ്. പറപ്പൂക്കര മുത്തറത്തിക്കര മങ്കിടിയാൻ ആഗസ്ത്യ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. റീനയാണ് ഭാര്യ. മക്കൾ അലീന, അസിൻ. തലൂർ വെളിയത്തുകുടി റാഫേൽ ഭാര്യ ലില്ലി അന്തരിച്ചു. 61 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10:30 തലൂർ ഇൻഫന്റ് ജീസസ് പള്ളി. മേരിമോൾ, ജോസഫ് എന്നിവർ മക്കളും. ഹെയിൻ മരുമകനുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. നിർദ്ദിഷ്ട പുതുക്കാട് KSRTC ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ DPR പ്രകാശനം പുതുക്കാട് നടത്തി.
KK രാമചന്ദ്രൻ MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രവാസി കോൺഗ്രസിന്റെ തൃശൂർ ജില്ലയുടെ അമരക്കാരനായി ചുമതലയേറ്റ ബിജു അമ്പഴക്കാടിന് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അനുമോദനം നൽകി. ചടങ്ങ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ റോസ് ഗാർ ദിനാഘോഷം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ പഞ്ചായത്തിലെ കൊല്ലക്കുന്ന് SC കോളനി റോഡും വെള്ളാനിക്കോട് എളമന റോഡും നാടിന് സമർപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കാവല്ലൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിലെ പഠനോത്സവവും UKG കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറിമണിയും സംഘടിപ്പിച്ചു. ചലച്ചിത്ര നടൻ സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ 36 മാസങ്ങൾ പൂർത്തീകരിച്ച ഘട്ടത്തിൽ നടപ്പാക്കിയ 36 പദ്ധതികളും പൂർത്തീകരിച്ചു. KK രാമചന്ദ്രൻ MLA പൂർത്തീകരണത്തിന്റെ പ്രഖ്യാപനം നടത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.